ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രെഡിക്കേറ്റും ക്വാണ്ടിഫയേഴ്സും എന്താണെന്ന് ആണ്. ഓക്കെ, പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്. അതിലാദ്യം നമുക്ക് പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ ആണ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷനിൽ ഒന്നോ ഒന്നിലധികമോ വേരിയബിൾസ് കാണും. ഒരു ഡൊമെയിനിലായിരിക്കും നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ്. എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിലെ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം എക്സിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കി എക്സിനെ കുറിച്ച് നമ്മളൊരു പരാമർശം നമുക്കിവിടെ ഉണ്ടാകുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു എക്സിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സ് എന്താണ്, അല്ലെങ്കിൽ എക്സ് എന്ത് ചെയ്യുന്നു, അല്ലെ എക്സ് ആരാണ് എന്നുള്ള ഒരു ഇതിനൊരു വാല്യൂ കാണുമല്ലോ. എക്സ് ഒരു വേരിയബിൾ ആണ്. ആ എക്സിനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമല്ലോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതിന് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു പരാമർശം നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പ്രെഡിക്കേറ്റ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? നമ്മുടെ പ്രെഡിക്കേറ്റ് ഫോമിൽ നമ്മൾ സാധാരണ പ്രപ്പോസിഷൻ എഴുതുന്ന പോലെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഈ പ്രെഡിക്കേറ്റ് ഫോമിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇതിന് രണ്ട് ഭാഗം ഉണ്ടെന്ന്. എന്ത് ഫോമൊക്കെയാണ്, എന്ത് പാർട്ടൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനിയും നമുക്ക് ഈ ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേരിയബിളിന് ഒരു പരാമർശം കൊടുക്കുന്നതാണല്ലോ. നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റും? നമുക്കിതിനെ ഒരു പ്രപ്പോസിഷൻ ആക്കി മാറ്റാൻ പറ്റും. എപ്പോൾ ഈ എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രെഡിക്കേറ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഒരു പ്രപ്പോസിഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമ്മളൊരു സിംഗിൾ വേരിയബിൾ വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു രണ്ട് വേരിയബിൾ വെച്ചിട്ടുള്ളത് ചെയ്യാം. അതിന് നമ്മൾ യൂഷ്വലി നമുക്കൊരു എക്സ്പ്രഷൻ എടുത്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 3 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എടുക്കുക. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? രണ്ട് വേരിയബിൾ ഉള്ളപ്പം നമുക്ക് ക്യൂ ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ക്യൂ ആണ് നമ്മുടെ പ്രെഡിക്കേറ്റ് ആൻഡ് എക്സും വൈയും ആണ് നമ്മുടെ വാല്യൂസ്, ഈ വേരിയബിൾ. ഓക്കെ, ഈ വേരിയബിളിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പം എന്താകും? അതിനൊരു ട്രൂത്ത് വാല്യൂ കാണും. അത് ട്രൂത്ത് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രപ്പോസിഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? പി ഓഫ് x1, x2, എക്സെട്ര xn എന്ന് എഴുതാമല്ലോ. ഇതിൽ x1, x2, എക്സെട്ര xn ആണ് വേരിയബിൾസ് ആൻഡ് p ആണ് നമ്മുടെ പ്രെഡിക്കേറ്റ്. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു വേരിയബിൾ കാണും. ആ വേരിയബിളിനെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതിനെയാണ് പ്രെഡിക്കേറ്റ്. ഈ പറയുന്ന പ്രെഡിക്കേറ്റ് ഉൾപ്പെടുന്ന ഒരു വേരിയബിൾ കാണുമല്ലോ. ഒന്നോ രണ്ടോ വേരിയബിൾ, എത്ര വേരിയബിൾ വേണേലും കാണും. ആ വേരിയബിളിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു പ്രപ്പോസിഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ക്വാണ്ടിഫയേഴ്സ്. ഓക്കെ, ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രെഡിക്കേറ്റിന് വരുന്ന വേരിയബിൾസിന് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ ഏത് തരത്തിൽ വാല്യൂസ് കൊടുക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കൊടുക്കുന്നു, ഒരു ന്യൂമറിക്കലായിട്ടൊരു വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ,
അതിനൊരു ക്വാണ്ടിഫയർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കൊടുക്കാൻ പറ്റും. യൂണിവേഴ്സൽ ആയിട്ട് കൊടുക്കാൻ പറ്റും, യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഉണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. യൂണിവേഴ്സൽ എന്ന് പറയുമ്പം നമ്മൾ പറയത്തില്ലേ മറ്റേ ഫോർ ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ, നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ്സിൽ ഉള്ള ഫോർ ഓൾ എക്സ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് യൂണിവേഴ്സൽ. അങ്ങനെയാണ് എക്സിസ്റ്റൻഷ്യൽ എന്തായിരിക്കും, ദർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ എന്ന് നമ്മൾ പറയത്തില്ലേ. ഈ ദർ എക്സിസ്റ്റ് വരുന്നതാണ് എക്സിസ്റ്റൻഷ്യലും, അതുപോലെ തന്നെ യൂണിവേഴ്സൽ വരുന്നത് ഫോർ ഓൾ എന്നുള്ളതുമാണ്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ്, ജസ്റ്റ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പേര് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം യൂണിവേഴ്സലിന് ഞാനൊരു എക്സാമ്പിൾ പറയുക. മാൻ ഈസ് മോർട്ടൽ, മാൻ ഈസ് മോർട്ടൽ. ഓക്കെ, മാൻ ഈസ് മോർട്ടൽ എന്ന് പറയുമ്പോൾ ഇത് യൂണിവേഴ്സൽ ആണോ എക്സിസ്റ്റൻഷ്യൽ ആണോ? നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുക. മാൻ ഈസ് മോർട്ടൽ ഒരു മനുഷ്യനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്നോ അല്ല, എല്ലാ മനുഷ്യരും മോർട്ടലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യൂണിവേഴ്സൽ ആണ്. ആൻഡ് നമ്മൾ ഇതിനെ പ്രെഡിക്കേറ്റ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, എല്ലാ എക്സിനും പി ഓഫ് എക്സ്, വേർ പി ഓഫ് എക്സ് ആണ് നമ്മുടെ പ്രെഡിക്കേറ്റും എക്സ് ആണ് നമ്മുടെ മോർട്ടലും. ആൻഡ് ഇവിടെ ഇവർക്കൊരു ഡൊമെയിൻ വേണമല്ലോ. ഡൊമെയിൻ ആരാ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. ഓക്കെ, എല്ലാം മെൻ എന്നുള്ളതാണ്. മാൻ എന്ന് കൊടുത്തോണ്ട് ഹ്യൂമൻ ഈസ് മോർട്ടൽ എന്നല്ലല്ലോ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് മാൻ്റെ ഡൊമെയിൻ വരുമ്പോൾ നമുക്ക് എന്താണ്, സെറ്റ് ഓഫ് ഓൾ മെൻ, ആണുങ്ങളെല്ലാവരും കൂടുന്നതാണ് നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഏത് എക്സ് കൊടുത്താലും ഏത് വൈ കൊടുത്താലും നമുക്ക് എന്ത് കൊടുത്താലും അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആകും, അല്ലേ? ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ് കോമ വൈ അല്ല, ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണേ. കാരണം ചിലപ്പോൾ ഒരു എക്സിനും എല്ലാ വൈകൾക്കും ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ എക്സുകൾക്കും അല്ലെങ്കിൽ ഒരു വൈക്കും ആയിരിക്കും. അതുകൊണ്ട് നമുക്കതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ പി ഓഫ് എക്സ് വൈ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സലായിട്ട് ഇതിൻ്റെ പ്രെഡിക്കേറ്റ് ഫോം എഴുതുന്നത്. ഓക്കെ, ഇനി എക്സിസ്റ്റൻഷ്യൽ ആണെങ്കിലോ? എക്സിസ്റ്റൻഷ്യലിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. സംതിങ് ഈസ് ഗുഡ്. ഓക്കെ, സംതിങ് ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഗുഡ് ആണെന്നല്ലല്ലോ, ഏതോ ഒന്ന് ഗുഡാണ് എന്നല്ലേ. സംതിങ് ഈസ് ഗുഡ്. അതിന് നമുക്ക് ഫോർ ഓൾ എക്സ് പറയാൻ പറ്റില്ലല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദർ എക്സിസ്റ്റ് ആൻ എക്സ് എന്താണ്, എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദർ എക്സിസ്റ്റ് ആൻ എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, എല്ലാത്തിനും ഉണ്ടെങ്കിൽ ഫോർ ഓൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ ദർ എക്സിസ്റ്റ് കൊടുക്കാം. ഓക്കെ ആണോ? ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ക്വാണ്ടിഫയർ ഓവർ ഫൈനൈറ്റ് ഡൊമെയിൻസ്. ഓക്കെ, ക്വാണ്ടിഫയർ ഓവർ ഫൈനൈറ്റ് ഡൊമെയിൻസ് എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫൈനൈറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നായിരിക്കുമല്ലോ, അല്ലേ? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ഇക്വലൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം പറയാം. എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് അല്ലേ, ആൻഡ് എക്സ് ഏതായാലും എന്തായിരിക്കും? എക്സ് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പം x1 x2 എക്സെട്ര xn എന്നായിരിക്കുമല്ലോ. x1 x2 എക്സെട്ര xn ഫൈനൈറ്റ് ആയതുകൊണ്ട് എന്നിൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ പി ഓഫ് x1ഉം പിന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ, അതിനും പി ഓഫ് x2നും പി ഓഫ് x3ക്കും അങ്ങനെ പി ഓഫ് xnനും
ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പി ഓഫ് എക്സ് എന്നിനും അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി നമുക്ക് അതെന്തായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്? ഫൈനൈറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇനി പ്രത്യേകിച്ച് മറ്റേ എക്സിസ്റ്റൻഷ്യൽ ആകുമ്പം അത് ഫൈനൈറ്റ് ആയാലും അതുപോലെ തന്നെ ഉള്ളൂ. ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്, ഏതിനോ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫോർ ഓൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം. എന്താണ്? എല്ലാത്തിൻ്റെയും ജോയിൻ എടുത്താൽ മതി അല്ലേ? അതും വേണം, ഇതും വേണം, അടുത്തും വേണം, അങ്ങനെ എക്സ് എന്നിനും അത് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആൻഡ് എന്നുള്ളത് വന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഫ്രീ ആൻഡ് ബൗണ്ടഡ് വേരിയബിൾ. ഓക്കെ, അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രെഡിക്കേറ്റിനെ പ്രപ്പോസിഷൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ അതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആ വാല്യൂ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ആളിനെയാണ് നമ്മൾ ബൗണ്ടഡ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, വാല്യൂ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതെന്താകും? ബൗണ്ടഡ് വേരിയബിൾ ആകും. അല്ലെങ്കിൽ അതെന്താണ്? ഫ്രീ വേരിയബിൾ ആണ്. ഓക്കെ, when a quantifier is used on a variable to get a proposition, ഒരു പ്രപ്പോസിഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു ക്വാണ്ടിഫയർ കൊടുക്കുമ്പോൾ the occurrence of the variable is said to be bounded അല്ലേ? അത് ബൗണ്ടഡ് ആകും and the variable is bounded variable. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇത് പറയുവാണെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് ആണ് ബൗണ്ടഡ് വേരിയബിൾ. എക്സ് ആണ് ഇവിടുത്തെ ബൗണ്ടഡ് വേരിയബിൾ. കാരണം ഫോർ ഓൾ എക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്, ഇതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഒരു വേരിയബിൾ ഇവിടെ കറങ്ങി നടപ്പുണ്ട്. ആരാണ്? വൈ. വൈയെ കുറിച്ച് നമ്മളിവിടെ ഫോർ ഓൾ എക്സ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എന്ന് പറഞ്ഞോ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ആണ് ഇവിടെ ബൗണ്ടഡ് വേരിയബിൾ ആൻഡ് വൈ ആണ് ഇവിടെ ഫ്രീ വേരിയബിൾ. ഓക്കെ, ഇനി അടുത്തത് ലോജിക്കൽ ഈക്വലൻസ്. ലോജിക്കൽ ഈക്വലൻസ്. ഓക്കെ, ലോജിക്കൽ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് ഇത് ലോജിക്കലി ഈക്വലന്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? പിക്ക് എക്സിന് നമുക്കൊരു വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എയും ക്യൂ ഓഫ് എയും എന്താണ്? ബൈ കണ്ടീഷണൽ ആയിരിക്കണം. ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൈ കണ്ടീഷണൽ എന്തായിരുന്നു? പി ഓഫ് എ ഉണ്ടെങ്കിൽ ക്യൂ ഓഫ് എ ഉണ്ട്, ക്യൂ ഓഫ് എ ഉണ്ടെങ്കിൽ പി ഓഫ് എ ഉണ്ട് അല്ലേ? ബൈ കണ്ടീഷണൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്തെന്ന് പറയത്തുള്ളൂ? അത് ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് പറയത്തുള്ളൂ. ആൻഡ് ഇത് നമ്മൾ എഴുതുന്നത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈക്വലന്റ് ടു ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഈക്വലന്റ് ടു ക്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇനിയും നമുക്ക് അടുത്തത് വരുന്നത് നെഗേഷൻ ആണ്. നെഗേഷൻ ഓഫ് ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സാധാരണ നമ്മൾ എന്താണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഹാസ് പാസ്ഡ് ദി എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദ ക്ലാസ് എന്നുള്ളതാണ്, ഞാൻ എഴുതുന്നില്ല. ദ സ്റ്റേറ്റ്മെന്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഹാസ് പാസ് ദി എക്സാമിനേഷൻ, എല്ലാ എക്സും പാസ്സായി എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എവറി സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ഹാസ് പാസ് ദി എക്സാമിനേഷൻ. ഇതിന്റെ നെഗേഷൻ എടുക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവറി സ്റ്റുഡൻറ് ഇൻ ദി ക്ലാസ് ഹാസ് പാസ് ദി എക്സാമിനേഷൻ അല്ലേ? ഇതിന്റെ ഒരു നെഗേഷൻ ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് എന്നുള്ളത് വരത്തില്ലേ നെഗേഷൻ ആയതുകൊണ്ട്? എന്ന് പറഞ്ഞാൽ
ആ ക്ലാസ്സിലുള്ള എല്ലാവരും പാസ്സാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൽ ഒരാൾ എങ്കിലും കാണും അയാൾ പാസ്സായിട്ടില്ല എന്നല്ലേ? അതിന് നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഒരാളെങ്കിലും കാണും, there exists an x. ഒരാളെങ്കിലും കാണും. എന്ത്? പാസ്സായില്ല. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പാസ്സാകുക എന്നാണ്. നെഗേഷൻ ഇടുമ്പോൾ പാസ്സായില്ല. ഒരാളെങ്കിലും കാണും സച്ച് ദാറ്റ് പാസ്സായില്ല. ഓക്കെ, നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. എല്ലാവരും ജയിച്ചു, എല്ലാവരും ജയിച്ചു. ഇതാണ് എല്ലാവരും ജയിച്ചു. ഓക്കെ, അത് നെഗേഷൻ ഇട്ടു. എല്ലാവരും ജയിച്ചു എന്നില്ല. ഓക്കെ, എല്ലാവരും ജയിച്ചു എന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ആരോ ഒരാളെങ്കിലും തോറ്റിട്ടുണ്ട്. there exists an x such that ജയിച്ചില്ല. ഓക്കെ, ഇനി റൂൾസ് ഓഫ് നെഗേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. കാണാതെ പഠിക്കാൻ മീൻസ് അതിൻ്റെ ഒരു ഏകദേശം അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കാം. നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്, അത് നമ്മളിപ്പോൾ ചെയ്തു. നെഗേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് അർത്ഥം മനസ്സിലാക്കി നോക്കുക. എല്ലാവരും ഇപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചോ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ നോക്കുക. എല്ലാവരും ജയിച്ചു എന്നുള്ളതാണ് അകത്ത്. അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരോ ഉണ്ട് സച്ച് ദാറ്റ് അയാൾ ജയിച്ചില്ല. ഓക്കെ, ഇനി രണ്ടാമത്തേത് നെഗേഷൻ there exists x p of x. ഓക്കെ, ഒരാളെങ്കിലും there exists x p of x, ഒരാളെങ്കിലും ജയിച്ചു എന്നില്ല അല്ലേ? അങ്ങനല്ലേ? there exists an x p of x, ഒരാളെങ്കിലും ജയിച്ചു എന്നില്ല. നെഗേഷൻ ആയപ്പോൾ എന്നില്ല. ഓക്കെ, ഒരാളെങ്കിലും ജയിച്ചു എന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തോറ്റെന്നല്ലേ എൻ്റെ അർത്ഥം? അതിൻ്റെ ഇക്വലൻ്റ് എന്താണ്? ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, അടുത്തത് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, നോക്കിയേ, എല്ലാവരും തോറ്റു എന്നില്ല എന്ന് പറഞ്ഞാൽ ആരോ ഒരാളെങ്കിലും ജയിച്ചു എന്നല്ലേ? there exists x p of x. ഓക്കെ, അങ്ങനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നെഗേഷൻ there exists x നെഗേഷൻ p of x. ഓക്കെ, എന്ന് പറഞ്ഞാൽ there exists x നെഗേഷൻ p of x. ഒരാളെങ്കിലും തോറ്റു എന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിച്ചു എന്നല്ലേ? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, ആ റൂൾസ് ഓഫ് നെഗേഷൻ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തന്നിട്ടുള്ളതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് QXY denote the statement x is equal to y plus 3. What are the truth values of the proposition Q12 Q30? എന്താ ജസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കാം. Q12 ആകുമ്പോൾ 1 ഉം 2 ഇട്ട് കൊടുക്കുക. അതായത് 1 is equal to 2 plus 3. 1 is equal to 2 plus 3 false അല്ലേ? Okay, hence is a statement which is false. Okay, അടുത്തതോ Q30 ഇടുമ്പോഴോ 3 is equal to 0 plus 3. ഇത് ട്രൂ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. ഓക്കെ, അതിന് ജസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് നോക്കാം. ഇത് സിമ്പിൾ ഒരെണ്ണമായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സി എന്ന് പറയുന്നത് എക്സ് ഹാസ് എ ക്യാറ്റ്. ഓക്കെ, സി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എക്സ് ഹാസ് എ
ക്യാറ്റ്, പൂച്ചയുണ്ട്. ഇനി ഡി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഹാസ് എ ഡോഗ്, ഓക്കെ, ഒരു പട്ടിയുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഹാസ് എ ഫെററ്റ്, ഓക്കെ, മറ്റേ എലിക്കുഞ്ഞു പോലത്തെ സാധനം തോന്നുന്നു. ഓക്കെ, ഫെററ്റ് ഉണ്ട്. ഓക്കെ, ഇനി എക്സ്പ്രസ് ഈച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് സി ഓഫ് എക്സ്, ഡി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്, ക്വാണ്ടിഫയേഴ്സ് ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ്. ലെറ്റ് ദി ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുമാണ് നമ്മുടെ ഡൊമെയിൻ. അതായത് ഈ എക്സിന്റെ വാല്യൂ വരുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേരാണ്. ഓക്കെ, അതിന്റെ എ പാർട്ട്. എ പാർട്ടിൽ എന്താ പറഞ്ഞെങ്കിൽ, എ സ്റ്റുഡൻറ് ഇൻ യുവർ ക്ലാസ് ഹാസ് എ ക്യാറ്റ്, എ ഡോഗ് ആൻഡ് എ ഫെററ്റ്. അതായത് ഒരു കുട്ടി, എ സ്റ്റുഡൻറ് ഇൻ യുവർ ക്ലാസ്, ഒരു കുട്ടിയാണ്. അപ്പൊ ദേർ എക്സിസ്റ്റ് ആണോ ഫോർ ഓൾ ആണോ? ദേർ എക്സിസ്റ്റ് എക്സ് സച്ച് ദാറ്റ് എന്തുണ്ട്, ഇൻ യുവർ ക്ലാസ് ഹാസ് എ ക്യാറ്റ്, എ ഡോഗ് ആൻഡ് എ ഫെററ്റ്. ഒരു ക്യാറ്റും ഉണ്ട്, ഡോഗും ഉണ്ട്, ഒരു ഫെററ്റും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സി ഓഫ് എക്സ് ആൻഡ് ഡി ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് അല്ലേ, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് മറ്റേ മീറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ജോയിൻ അല്ല, മീറ്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം മൂന്നും ഉണ്ട്, മൂന്നും ഉള്ള ഒരു കുട്ടിയെങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബി പാർട്ട് നോക്കിക്കേ. ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാവ് എ ക്യാറ്റ്, എ ഡോഗ് ഓർ എ ഫെററ്റ്. എല്ലാ കുട്ടികൾക്കും ഒരു ക്യാറ്റോ ഡോഗോ ഫെററ്റോ ഉണ്ട്. അപ്പൊ ഫോർ ഓൾ എക്സ്, എല്ലാ കുട്ടികൾക്കും ക്യാറ്റ്, ഡോഗ്, ഫെററ്റ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാവർക്കും ഇതും ക്യാറ്റും ഡോഗും ഫെററ്റും ഉണ്ടെന്നാണോ, അതോ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെന്നാണോ? ഒന്നെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ജോയിൻ കൊടുക്കണം. ഓർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ക്യാറ്റോ ഡോഗോ ഫെററ്റോ ഉണ്ട് ആർക്ക്, എല്ലാ കുട്ടികൾക്കും. ഓക്കെ, ഇത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കിയേ. സം സ്റ്റുഡൻറ് ഇൻ യുവർ ക്ലാസ് ഹാസ് എ ക്യാറ്റ് ആൻഡ് എ ഫെററ്റ് ബട്ട് നോട്ട് എ ഡോഗ്. അപ്പൊ സം സ്റ്റുഡൻ്റ് ആണ്, ഫോർ ഓൾ അല്ല. എന്താണ്, ദേർ എക്സിസ്റ്റ് എക്സ് സച്ച് ദാറ്റ് എന്തൊക്കെ ഉണ്ട്, ക്യാറ്റും ഡോഗും ഉണ്ട്. ക്യാറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ആരുണ്ട്, ഡോഗും ഉണ്ട്. പക്ഷേ ഫെററ്റ് ഇല്ല. ഫെററ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫെററ്റ് ഇല്ലെന്നല്ലേ. അപ്പൊ നെഗേഷൻ ഫെററ്റ് ഉണ്ട്. ഓക്കെ, ഫെററ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഫെററ്റ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, നോ സ്റ്റുഡൻറ് ഇൻ യുവർ ക്ലാസ് ഹാസ് എ ക്യാറ്റ്, എ ഡോഗ് ആൻഡ് എ ഫെററ്റ്. മൂന്നും കൂടെ ഉള്ള ആരും ഇല്ല അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ, മൂന്നും കൂടെ ഉള്ള ആരും ഇല്ല. ഓക്കെ, അപ്പം മൂന്നും കൂടെ ഉള്ള ആരും ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്നും കൂടെ ഉള്ള ആരും ഇല്ല. അപ്പൊ ഒരാൾക്ക് മൂന്നും കൂടെ ഉള്ള ഒരു കേസ് നോക്കുക, ആൻഡ് ഡി ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ്, മൂന്നും കൂടെ ഉള്ള ഒരു ആള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല എന്ന് പറയുമ്പോൾ നെഗേഷൻ കൊടുക്കണം. അപ്പൊ നെഗേഷൻ ദേർ എക്സിസ്റ്റ് ആൻഡ് എക്സ് മൂന്നും കൂടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തേത് നോക്കുക. അഞ്ചാമത്തേനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ദേർ എക്സിസ്റ്റ് for each of the three animals, cat, dog and ferret, there is a student in your class who has this animal as a pet. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ഉള്ള ഒരാളുണ്ട്, അതുപോലെ ഡോഗ് ഉള്ള ഒരാളുണ്ട്, ഫെററ്റ് ഉള്ള ഒരാളുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. For each of the three animals, cat, dog, ferret, there is a student in your class who has this animal as a pet. അപ്പോൾ ഓരോന്നുള്ള ഓരോരുത്തരുണ്ട് എന്ന് പറഞ്ഞാൽ ദേർ എക്സിസ്റ്റൻ എക്സ്, എക്സിന് ആരുണ്ട്, സി ഓഫ് എക്സ് ഉണ്ട്, ആൻഡ് ദേർ എക്സിസ്റ്റൻ എക്സ് വേറൊരു എക്സ് ഉണ്ട്, ആരുണ്ട്, ഡോഗ് ഉള്ളത്, ആൻഡ് ദേർ എക്സിസ്റ്റൻ എക്സ് ആരുള്ളത്, ഫെററ്റ് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രെഡിക്കേറ്റ് ആൻഡ്
ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.